ഡോക്ടർ VPP, BJP പ്രതിനിധി ശ്യാംരാജ് പറഞ്ഞതിനും ഇവിടെ ജോൺ മുണ്ടക്കയം പറഞ്ഞതിനും രണ്ടിനും താങ്കൾക്ക് മറുപടി പറയാം. ഒന്ന്, ഒട്ടും വസ്തുതാപരമായിട്ടല്ല സംസാരിക്കുന്നത് ശ്രീ ജോൺ മുണ്ടക്കയം. അദ്ദേഹം പറഞ്ഞത് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും സത്യമല്ലാത്തതുണ്ടെങ്കിൽ പറയൂ എന്നാണ്. നിങ്ങൾ നോക്കൂ, ഇതുപോലെ ഇങ്ങനെ ഈ സെക്ഷൽ പെർവേർട്ടുകളുടെ വിഷയം, ഇതുപോലുള്ള സ്ത്രീപീഡന വിഷയങ്ങൾ, ഇതൊന്നും ഒരു തെരഞ്ഞെടുപ്പ് അജണ്ടയോ രാഷ്ട്രീയ വിഷയമോ ആക്കണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല CPIM. അതിനെത്രയോ നല്ല തെളിവുകൾ കേരളത്തിലുണ്ട്. കേരളത്തിൽ സമീപകാലത്ത് മരിച്ചുപോയ ഒരു കോൺഗ്രസ് മുൻ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിലെ ഒരു വിഷയം അന്ന് CPIM സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന സഖാവ് പിണറായി വിജയന്റെ അടുത്ത് കോൺഗ്രസിലെ ഒരു ടീം തന്നെ എത്തിച്ചു, നിങ്ങളിത് രാഷ്ട്രീയ വിഷയമാക്കണമെന്ന് പറഞ്ഞിട്ട്. അന്ന് CPM സെക്രട്ടറി ആയിരുന്ന പിണറായി പറഞ്ഞത് ഈ കടലാസും കൊണ്ട് വേഗം സ്ഥലം വിട്ടോ എന്നാണ്. അതിനെ സംബന്ധിച്ച് ജോൺ മുണ്ടക്കയത്തിന് അറിയാമല്ലോ, അറിയാത്ത വിഷയമല്ലല്ലോ. ഞങ്ങളത് ഒരു തവണ പോലും രാഷ്ട്രീയ വിഷയമാക്കിയിട്ടില്ല. ഇനി ഈ പറയുന്ന മാങ്കൂട്ടത്തിന്റെ വിഷയം 2024 ഒക്ടോബറിൽ ഈ പാലക്കാട് ബൈ ഇലക്ഷൻ നടക്കുമ്പോൾ ഈ മാങ്കൂട്ടത്തിന്റെ വിഷയം ഒന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ. ഈ 2024 ഒക്ടോബറിൽ മാങ്കൂട്ടത്തിന്റെ വിഷയം അവിടെ പാലക്കാട് ബൈ ഇലക്ഷന്റെ സമയത്ത് നിങ്ങൾക്കെല്ലാം അറിയുന്നതല്ലേ, CPMന്റെ കേന്ദ്രങ്ങളിലും അറിയുന്നതല്ലേ. ഒരു മാസത്തോളം നീണ്ടുനിന്ന ക്യാമ്പയിനിൽ എവിടെയെങ്കിലും ഞങ്ങൾ അത് ഉന്നയിച്ചിരുന്നോ? എവിടെയെങ്കിലും ഞങ്ങൾ പരാമർശിച്ചിരുന്നോ? അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെയുള്ള സയനൈഡ് മോഹനന്മാരുടെ തരത്തിലുള്ള സൈക്കോപാത്തുകളുടെ വിഷയമൊന്നും എടുത്തിട്ട് രാഷ്ട്രീയ അജണ്ടയോ വലിയ രാഷ്ട്രീയ വിഷയമോ ആക്കുക എന്നുള്ളത് CPMന്റെ അജണ്ടയേ അല്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് താല്പര്യമില്ല. ഇത് നിങ്ങൾ കൊണ്ടുവന്നിടുകയല്ലേ. ഇന്ന് തന്നെ നിങ്ങൾ നോക്ക്, രമേശ് ചെന്നിത്തല പാലക്കാട് പത്രസമ്മേളനം നടത്തുമ്പോൾ മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്തില്ലേ ജോണെ ഈ കോൺഗ്രസ്സുകാർ? നിങ്ങൾ പറയുന്ന പോലെ കോൺഗ്രസ്സുകാരെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിലിനെ തള്ളിക്കളയുന്നുണ്ടെങ്കിൽ, ഈ നിലപാടിനെ തള്ളിക്കളയുന്നവരാണെങ്കിൽ, കോൺഗ്രസ് ഗാന്ധിയൻ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നവരാണെങ്കിൽ, ഈ വിഷയം ചോദ്യങ്ങളായിട്ട് ഉന്നയിച്ച മാധ്യമപ്രവർത്തകരെ ചെന്നിത്തലയുടെ മുന്നിൽ നിന്ന് ആക്രമിക്കോ? എന്നിട്ട് ചെന്നിത്തല അതിനെക്കുറിച്ച് പറഞ്ഞതെന്താ പത്രങ്ങളോട്? നിങ്ങൾ പത്രപ്രവർത്തക യൂണിയൻ പോയിട്ട് പ്രമേയം പാസ്സാക്കി എന്നാണ്. ഇതാ നമ്മുടെ നാട്ടിലുള്ളത്. നിങ്ങൾ ആ പറയുന്ന കോൺഗ്രസിനെ കാണണം, ആ കോൺഗ്രസിന്റെ അപജയത്തെ കാണണം. അത് തന്നെയാണ് ഞങ്ങൾ ഗൗരവമായിട്ട് പറയുന്നത്. അതൊന്നും പറയാതെ CPM ഇങ്ങനെയാണ്. നിങ്ങൾ നോക്കി, നൈന സായിനിയുടെ വധക്കേസ് തൊട്ട് നിലമ്പൂരിലെ കോൺഗ്രസ് ഓഫീസിൽ കൊല ചെയ്യപ്പെട്ട രാധ വരെ എത്രയെത്ര കേസുകളുണ്ട് പറയാൻ, എത്രയെത്ര കേസുകളുണ്ട്. ഞങ്ങൾ എടുത്തിടണോ? അതുകൊണ്ട് ഇങ്ങനെയൊന്നും ന്യായീകരിക്കല്ല. വളരെ കൃത്യമായിട്ട് നിങ്ങൾ കാര്യങ്ങളെ വസ്തുതാപരമായിട്ട് പറയൂ. കോൺഗ്രസിന്റെ ജീർണതയെയും അത് സഞ്ചരിക്കുന്ന തന്റെ സുധാകരൻ ഒരു ദിവസം മുമ്പ് ഇയാളെ ന്യായീകരിച്ചില്ലേ? അയ്യോ, മാങ്കൂട്ടത്തിൽ നല്ല മനുഷ്യൻ, നല്ല തങ്കപ്പെട്ടവൻ എന്നല്ലേ ഒരു ദിവസം മുമ്പ് പോലും പറഞ്ഞിരുന്നത് സുധാകരൻ? ഇങ്ങനെയല്ലേ എല്ലാവരും ന്യായീകരിച്ചുകൊണ്ടിരുന്നത്? ഇപ്പൊ നിൽക്കക്കള്ളിയില്ലാതെ മാധ്യമങ്ങൾ ആകെ ഇത് ഒരു അവർക്കും വേറെ വഴിയില്ലാതെ വന്നതാണ്. അല്ലെങ്കിൽ ഈ മാങ്കൂട്ടത്തല്ലിയോ ഷാഫിയെ കുറിച്ചൊന്നും നമ്മുടെ വലതുപക്ഷ മാധ്യമങ്ങൾ എന്തെങ്കിലും ദോഷം പറയുമായിരുന്നില്ല. നിൽക്കക്കള്ളിയില്ലാതെ വന്ന് ചർച്ചയായി സമൂഹത്തിൽ വലിയ പ്രശ്നമായപ്പോൾ കോൺഗ്രസ്സുകാർ തന്നെ തെരുവിലിട്ട് ഇതലക്കുമ്പോൾ, കോൺഗ്രസിൽ നിന്ന് നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ വിഭാഗം ആളുകളും വന്ന് വലിയ പ്രശ്നം. എന്നിട്ട് നിങ്ങൾ നല്ല സമീപനം സ്വീകരിച്ചോ? ഗോപീഷൻ ഇപ്പോൾ ഒരു വാർത്ത നിങ്ങളത് കാണിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, സ്ക്രോൾ ചെയ്തിട്ട്. കോഴിക്കോട് ജില്ലയിലെ കാരശ്ശേരിയിലെ സഹകരണ ബാങ്കിൽ അവിടുത്തെ UDFന്റെ കോൺഗ്രസിന്റെ ഭരണസമിതിയിൽ പ്രതിസന്ധി ഉണ്ടാക്കി. KPCC മെമ്പറെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കി. എന്നാൽ എന്തേ രാഹുൽ മാങ്കൂട്ടത്തലിനെ പുറത്താക്കാത്തത്? അയാൾ ഇപ്പോഴും സസ്പെൻഷനിലല്ലേ ഉള്ളൂ. എന്തേ അതിന് താമസം? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.